നവംബർ 17 ദുബായ് വാർത്താ ലൈവ്. എല്ലാവർക്കും ആശ്വാസം പകരുന്ന പ്രഖ്യാപനവുമായി സെൻട്രൽ ബാങ്ക് ഇന്നലെ യുഎഇയിൽ മുന്നോട്ട് വന്നത് ചെറുകിട സ്ഥാപനങ്ങൾക്കും മധ്യനിരയിൽ നിൽക്കുന്ന SME എന്നറിയപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഗുണം കിട്ടുന്ന കാര്യമായി മാറുന്നു. അതിങ്ങനെ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ട സാമ്പത്തിക ഉത്തേജന ആശ്വാസ പദ്ധതി 6 മാസം കൂടി നീട്ടാൻ ധാരണയായി. ജനുവരി 1 മുതൽ ജൂൺ 30 വരെ ഈ ഉത്തേജക പാക്കേജ്, സ്റ്റിമുലസ് പാക്കേജ് നിലനിൽക്കും എന്നാണ് സെൻട്രൽ ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. 256 ബില്യൺ ദിർഹത്തിന്റെ സാമ്പത്തിക പാക്കേജാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് യുഎഇയിൽ. അത് പ്രധാനമായിട്ടും എങ്ങനെയാണ് സാധാരണ കച്ചവടക്കാരുടെ അടുത്തേക്ക് എത്തുന്നത് എന്നാലോചിച്ചാൽ അവരുടെയൊക്കെ വായ്പകൾ ഡെഫറൽ അറേഞ്ച്മെന്റിലൂടെ ഇനിയും 6 മാസം കഴിഞ്ഞു കൊടുത്താൽ മതി എന്ന രൂപത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ആശ്വാസകരം. 25,600 കോടി ദിർഹമെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ തുകയല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മാർച്ച് മുതൽ തുടങ്ങി അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ ആരംഭിച്ചിട്ട് ഈ സാമ്പത്തിക പാക്കേജ് ഇങ്ങ് ഡിസംബർ 31 വരെ നീട്ടിക്കൊണ്ടുപോകാവുന്ന വിധത്തിൽ ഘട്ടം ഘട്ടമായി കൊണ്ടുവന്നതാണ്. അതിനും മേലെയാണ് ഇപ്പോൾ ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്ന ജൂൺ 30 വരെ 2021 എന്ന കണക്ക് വന്നിരിക്കുന്നത്. ഇത് യുഎഇയുടെ സാമ്പത്തിക സമവാക്യത്തിൽ റീറ്റെയിലിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗവൺമെന്റ്, ഭരണകൂടം, ബാങ്കുകൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് കച്ചവട സമൃദ്ധിക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഇത്തരം ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. 3,10,000-ലധികം റീറ്റെയിൽ സ്ഥാപനങ്ങൾക്ക് ഇതിനകം ഇതിന്റെ പ്രയോജനം ലഭിച്ചു. 10,000-ലധികം SME കാറ്റഗറി സ്ഥാപനങ്ങൾക്ക് ഈ വായ്പാ ഡെഫറൽ മാറ്റിവെക്കുന്നതിന്റെ സംവിധാനം ലഭിച്ചിട്ടുണ്ട്, പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അതായത് ഇനി ജൂൺ കഴിഞ്ഞ് കൊടുത്താൽ മതി വായ്പ എന്ന അർത്ഥത്തിലേക്ക് EMI മാറ്റിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ റീറ്റെയിലുകൾക്കും കോർപ്പറേറ്റുകൾക്കും ആശ്വാസമായി മാറിയിരിക്കുന്നത്. കൂട്ടത്തിൽ മറ്റൊരു ആശ്വാസ പദ്ധതി ഇന്ന് അവസാനിക്കുന്നു എന്ന അറിയിപ്പ് ഓർമ്മിപ്പിക്കുന്നു. നവംബർ 17 ഇന്ന് പൊതുമാപ്പിന്റെ ആനുകൂല്യം അവസാനിക്കുകയാണ്. രാത്രി 12 മണിക്ക് മുമ്പ് രാജ്യം വിടാൻ, എത്ര വർഷം മുമ്പാകട്ടെ നിങ്ങളുടെ വിസ കഴിഞ്ഞത്, നിങ്ങൾക്കെതിരെ ഇനി അബ്സ്കോണ്ടിംഗ് കേസുണ്ടോ, നിങ്ങൾക്ക് പാസ്പോർട്ടും വ്യക്തമായ രേഖകളും ഇല്ലയോ, നിങ്ങളുടെ വിസ അതിനെക്കുറിച്ച് അറിവില്ലയോ, വിസിറ്റ് വിസയിൽ പണ്ടെന്നോ വന്നിട്ട് ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും നിന്നതാണോ, അതൊന്നും വിഷയമല്ലാത്ത വിധം ഇന്നുകൊണ്ട് രാജ്യം വിടാൻ പറ്റുന്ന അവസരം, എന്നിട്ട് വീണ്ടും വരാൻ പറ്റുന്ന സാഹചര്യം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളോ മറ്റു കേസിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ബാധകമാവില്ല. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടേ പോകാൻ പറ്റൂ. മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നൊരു ദിവസം കൊണ്ടെല്ലാം കൂടി ക്ലിയർ ചെയ്യാൻ പറ്റുകയുമില്ല. ഇന്നിപ്പോൾ അങ്ങനെ അല്ലാത്തവർ, ഈ പൊതുമാപ്പിന്റെ ആനുകൂല്യം കിട്ടണമെന്നുള്ളവർ നേരെ ഷാർജ എയർപോർട്ടിലോ ദുബായ് എയർപോർട്ടിലോ പോയി ടിക്കറ്റ് എടുത്ത് കയറി പോവുക എന്നത് മാത്രമാണ്. വേറെ വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഷാർജയിൽ കഴിഞ്ഞ ദിവസം നാടകീയമായി പൊടുന്നനെ വന്നൊരു തീരുമാനം അറിഞ്ഞോ? നമ്മൾ വാടക രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം വരെ 4% കൊടുക്കണമായിരുന്നു മുനിസിപ്പാലിറ്റി ടാക്സ്. അത് നേരെ 2% കുറച്ചു എന്ന് വെച്ചാൽ പകുതി കുറച്ചിരിക്കുകയാണ്. ഒരു വർഷം 1,000, 2,000 ഒക്കെ ഈ ടാക്സ് ഇനത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾക്ക് നേരെ പകുതിയായി കിട്ടുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ആശ്വാസം ചെറുതല്ല. അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ചില ആളുകളുടെ അനുഭവമൊക്കെ കഴിഞ്ഞ ദിവസം പോയിട്ട് ഫീസ് അടയ്ക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സിസ്റ്റം ഡൗൺ ആയെന്ന് പറഞ്ഞ് ഒന്ന് പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞവർക്ക് അടുത്ത ദിവസം ചെന്നപ്പോഴാണ് ഈ പുതിയ നിയമം വന്നിരിക്കുന്നത്. 2% മതി, പകുതി മതി എന്നുള്ളത്. എല്ലാവരും ഷാർജ ഭരണാധികാരിയെ പ്രശംസിക്കുന്നു. ഇതെല്ലായിടത്തും വരണം എന്നാഗ്രഹിക്കുന്നു. ഏതായാലും വലിയ ആശ്വാസം ഷാർജയിലെ താമസക്കാർക്കും കച്ചവടക്കാർക്കും നൽകിയിരിക്കുകയാണ്. യുഎഇയിൽ മൊത്തത്തിൽ നടത്തിയ ഒരു സർവേ പറയുന്നു, കോവിഡ് കാലഘട്ടത്തിന് മുമ്പുള്ള ശമ്പള വ്യവസ്ഥയിലേക്ക് ഏതാണ്ട് 73% കമ്പനികളും തിരിച്ചു വരുന്നു എന്നാണ്. അതായത് 2020 ഫെബ്രുവരി മാസത്തിൽ ശമ്പളം ഒരാളുടേത് 5,000 ദിർഹമായിരുന്നെങ്കിൽ അതിനുശേഷം നേരെ പകുതിയായിട്ട് കുറഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയെങ്കിൽ ഇതാ നവംബറിൽ ഇപ്പോൾ തിരിച്ച് വീണ്ടും അതേ തുകയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ യുഎഇ എത്തിയിരിക്കുന്നു എന്നാണ് സർവേ ഫലം പറയുന്നത്.
73% കമ്പനികളും അങ്ങനെ പഴയ നിലയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ കച്ചവട സാധ്യതകളും അവരുടെ വരുമാന സാധ്യതകളും വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഈ കണക്ക് പറയുന്നത്. സ്കൂളിൽ പോകാതെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് നടത്തപ്പെട്ട സർവേയുടെ ഫലം പറയുന്നത് 3/4 കുട്ടികളും ഒരുതരം സ്വഭാവ വ്യതിയാനം കാണിക്കുന്നു എന്നാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകണം എന്നുള്ള താല്പര്യത്തിൽ കഴിയുന്നു എന്നാണ്. കാരണം വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചിട്ട് ഒരുപക്ഷെ മടുത്തിട്ടുണ്ടാകാം എന്നാണ് ഈ സർവേ ഫലങ്ങൾ പറയുന്നത്. 41% കുട്ടികൾക്ക് ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, ഉറക്കം കിട്ടുന്നില്ല. 36% കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവാണ്, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, സാധാരണയിൽ കവിഞ്ഞ് ഇങ്ങനെ സ്വഭാവ വ്യതിയാനങ്ങൾ കാണിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഏതായാലും ഈ വർഷം ഡിസംബർ 31 വരെ ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ ഇങ്ങനെ കൊണ്ടുപോകും. ഓരോ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളെ പറഞ്ഞ് പരുവപ്പെടുത്തിയെടുക്കാനുള്ള, അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് ഈ സ്വഭാവ വ്യതിയാനങ്ങളും അസ്വസ്ഥതകളും മാറ്റാനുള്ള വിദ്യകൾ കൂടി പറയണം, ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിക്കണം എന്ന കാര്യം ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുകയാണ്. ദുബായിലെ ഒരു ബാച്ചിലർ റൂമിൽ 2 പ്രവാസികൾ തമ്മിലുണ്ടായ തർക്കം എന്തിനാണെന്ന് വെച്ചാൽ, വെളുപ്പാങ്കാലത്ത് 2:30-3 മണിക്ക് ഒരു പ്രവാസി മൊബൈൽ ഫോണിൽ ഉച്ചത്തിൽ പാട്ടിട്ടു. അത് ചോദ്യം ചെയ്തു മറ്റൊരു പ്രവാസി, സഹമുറിയൻ എന്ന് പറയുന്ന ബാച്ചിലർ റൂമിൽ താമസിക്കുന്നയാൾ. അങ്ങനെ ഈ പ്രശ്നം വന്നപ്പോൾ കയ്യാങ്കളിയായി, വെളുപ്പാങ്കാലത്ത് മർദ്ദനമായി, അടിപിടിയായി, അവസാനം കോടതിയിലെത്തി. ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിന്റെ ലഹരിയിലാണ് ഒന്നാമത്തെയാൾ ഈ പാട്ട് വളരെ ഉച്ചത്തിൽ വെച്ചത് എന്ന് പിന്നീട് തെളിയുകയും അതിനെതിരെയുള്ള നിയമ നടപടിക്രമങ്ങൾ നടക്കുകയുമാണ്. ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് തങ്ങളുടെ ഇൻസ്ട്രക്ടർമാർ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ റിവ്യൂ ചെയ്യാനും മാർക്കിടാനുമുള്ള അവസരം കൊടുക്കുകയാണ് RTA. ചില ഇൻസ്ട്രക്ടർമാർ ഓരോ രൂപത്തിൽ, സാധാരണയിൽ കവിഞ്ഞ രൂപത്തിൽ വാഹനം ഓടിക്കുന്നത് പഠിപ്പിക്കുമ്പോൾ പെരുമാറുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കും. ചില ആളുകൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകൾ ഈ പഠിതാവിന് വേണ്ട വിഷയമായിരിക്കില്ല പറഞ്ഞു കൊടുക്കുന്നത്, മറ്റു പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻസ്ട്രക്ടറെ കുറിച്ച് മാർക്കിടാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി RTA ഒരുക്കുന്നു എന്നാണ് ദുബായ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മറ്റേ ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടിയല്ല, പൊതുവെ ഒന്ന് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ICA വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ICA ഗ്രീൻ ടിക്ക് കിട്ടാതിരിക്കുകയാണ് ആളുകൾ. ഒരിക്കൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ അടുത്തത് എത്രാം തീയതി അല്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് കൂടുതൽ ചോദ്യം. കാരണം കൂടുതൽ ആളുകൾക്ക് ഇത് കിട്ടാത്തത് കൊണ്ടാണ്. അബുദാബി അലൈൻ വിസക്കാർക്കാണ് ഇപ്പോൾ ഏറ്റവും പരമപ്രധാനം. അല്ലാതെ ഷാർജ വിസയ്ക്കോ അജ്മാൻ വിസയ്ക്കോ ഇതൊരു വിഷയമായിട്ട് വരുന്നില്ല. ഷാർജയിൽ വന്നിറങ്ങാൻ പറ്റുന്ന അവസരമുണ്ട്. ദുബായ് വിസക്കാർക്ക് GDRFA ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഷാർജയിൽ വന്നിറങ്ങാനുള്ള അവസരമുണ്ട്. ഫ്ലൈ ദുബായ് അടക്കമുള്ള ചില ഫ്ലൈറ്റുകൾ ദുബായിലേക്ക് തന്നെ കൊണ്ടുവന്ന ചരിത്രമുണ്ട്. പക്ഷേ ഞങ്ങൾ ഔപചാരികമായിട്ട് അങ്ങനെ പറയുന്നില്ല, GDRFA എടുക്കാതെ ഫ്ലൈ ദുബായ് കയറിക്കൊള്ളൂ എന്ന് പറയുന്നില്ല. അത് ചിലപ്പോഴൊക്കെ സംഭവിച്ചിരിക്കാം, സംഭവിക്കാതെയും ഇരിക്കാം. പക്ഷേ ദുബായിലേക്ക് വരുന്നവർക്ക് GDRFA വേണം എന്ന നിയമത്തിൽ ഇതുവരെ ഔപചാരികമായി മാറ്റം വന്നിട്ടില്ല. ചില ഇളവുകൾ ചില സമയങ്ങളിൽ ചില വിമാന കമ്പനികൾ കൊടുക്കുന്നു എന്നല്ലാതെ ICAയുടെ കാര്യത്തിൽ ഒരു ഇളവുമില്ല. നിങ്ങൾ അബുദാബി അലൈൻ വിസക്കാരാണോ, നാട്ടിൽ നിന്ന് UAEയിലേക്ക് വരാൻ ICAയുടെ ഗ്രീൻ ടിക്ക് കിട്ടിയേ പറ്റൂ. പലർക്കും കിട്ടുന്നുണ്ട്, ചില ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ട് തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്. ഒരിക്കൽ അപ്ലൈ ചെയ്തവർ അടുത്ത 10 ദിവസം കഴിഞ്ഞോ 16 ദിവസം കഴിഞ്ഞോ അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അടുത്ത നിമിഷം തന്നെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അത് അപ്ലൈ ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടെന്ന കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ ആർക്കും കിട്ടാതിരിക്കുന്നില്ല, അങ്ങനത്തെ സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കുക. കിട്ടും, വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുക. ഇത് കിട്ടിയാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വന്നാലും മതി. അതുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ വീണ്ടും കിട്ടുന്നുണ്ട് എന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. നിരാശരാകാതിരിക്കുക. നിങ്ങളുടെ വിസ വാലിഡ് ആണെങ്കിൽ വരാൻ പറ്റും. നാട്ടിൽ വിസ വാലിഡ് ആകാതിരിക്കുന്നവർക്ക് പോലും വരാൻ പറ്റിയ സാഹചര്യത്തിൽ ഇതിൽ വലിയ ആശങ്ക വെക്കേണ്ട കാര്യമില്ല എന്നറിയിക്കുന്നു. അതുപോലെ പാർട്ണർ വിസയിലുള്ളവർ ഒരുപാട് പേർ ചോദിക്കുന്നു, 6 മാസം കഴിഞ്ഞു പോയി, പാർട്ണർ വിസയ്ക്ക് ഇപ്പോഴും ആനുകൂല്യമുണ്ടോ, 1 വർഷത്തിനിടയിൽ വന്നാൽ മതിയോ? മതി. പാർട്ണർ വിസ, അങ്ങനെയുള്ള വിസയ്ക്ക് 1 വർഷം വരെ നാട്ടിൽ നിൽക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് അതിലും ആശങ്ക വെക്കേണ്ടതില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. UAEയിൽ ഒരു സർവേ പറയുന്നത് പുരുഷന്മാരിൽ 62% ആളുകൾക്കും ക്യാൻസർ വരാനുള്ള സാധ്യത
പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആ സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ഒരുപാട് പേരെ, 1000 പേരെ സർവേ നടത്തിയപ്പോൾ കിട്ടിയ വിവരമാണ്. പലർക്കും അതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത വിധത്തിലാണ് ജീവിക്കുന്നത് എന്ന് കൂടി ഇതിൽ പറയുന്നു. കുവൈറ്റിലേക്ക് ഇന്ത്യ അടക്കമുള്ള 34 രാജ്യങ്ങളിൽ നിന്ന് യാത്രക്കാർക്ക് നേരിട്ട് വരാൻ പറ്റുന്ന സംവിധാനത്തിന്റെ അന്തിമ തീരുമാന പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെല്ലാവരും കാത്തിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒമാൻ UAE കര അതിർത്തി ഹത്തയിലും മറയിലുമൊക്കെ തുറന്നിട്ടുണ്ട്. ആളുകൾക്ക് സഞ്ചരിക്കാം. തൽക്കാലം പുതിയ വിസയിലല്ല പോകേണ്ടത്. പുതിയ വിസിറ്റ് വിസ ഒമാൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല. എന്നാൽ റെസിഡന്റ് വിസ ഉള്ളവർക്ക് പോകാനും വരാനും തക്ക സംവിധാനമുണ്ട്. PCR ടെസ്റ്റ് നിയമങ്ങളിൽ മാറ്റമില്ല. അൽഹോസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം UAE വരുന്നവർ. അതുപോലെ തരസ്സുദ് പ്ലസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഒമാനിലേക്ക് പോകുന്നവർ. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഗതാഗത സംവിധാനത്തിലേക്ക് വന്നതിന്റെ ആശ്വാസമുണ്ട്. ഇന്നലെ വീണ്ടും രോഗബാധയൊന്ന് കൂടി 5 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. 5,04,567 കേസുകളും 7,305 മരണവും ആഗോളതലത്തിൽ 216 രാജ്യങ്ങളിലും ടെറിട്ടറികളിലുമായി ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടു. കണക്ക് വന്നു. ഇപ്പോൾ 55 മില്യൺ, ഏതാണ്ട് 3.5 ലക്ഷവും അത്രയും ആളുകൾക്ക് ഈ വൈറസ് കയറി. ഒരു 13,32,000 പേരും ആളുകൾ മരിച്ചുപോയി. 1 ലക്ഷത്തോളം ആളുകൾ ക്രിട്ടിക്കലായിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ട്. 15.5 മില്യൺ ആളുകൾക്കാണ് ഇപ്പോൾ രോഗബാധയുള്ളത്. അങ്ങനെ കണക്ക് ഒത്തുവെച്ച് നോക്കി പറഞ്ഞാൽ 775 കോടി ജനങ്ങൾ ഈ ഭൂമിയിലുള്ളതിൽ 15.5 മില്യൺ, ഒരു 1.5 കോടി ആളുകളാണ് ഇപ്പോൾ ഈ വൈറസുമായി ഇന്നത് പറയുന്ന നവംബർ 17 ആക്റ്റീവ് ആയി കഴിയുന്നത്. അത്രയേ ഉള്ളൂ എന്ന് ആശ്വസിക്കാം. അത് കൂടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. അമേരിക്കയിൽ ഇന്നലെയും 1,62,000 കേസുകൾ വന്നു. ഇന്ത്യയിൽ ഇന്നലെ 28,000 കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്നലെ മരണസംഖ്യയും 450-ൽ താഴെയായി. ഇതൊക്കെ വലിയ ആശ്വാസം നൽകുന്ന കണക്കാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ഇപ്പോൾ തുലാവർഷം പലയിടങ്ങളിലും അതിശക്തമായി പെയ്യുന്നു. ഇനിയും 2-3 ദിവസം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. രാഷ്ട്രീയപരമായ വിവാദങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ ചൂട്, ഇതെല്ലാം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചൂടിലേക്ക് കേരളം പ്രവേശിക്കുന്നു. ദുബായ് വാർത്തയുടെ നവംബർ 17 ഈ ഒരു മോർണിംഗ് അപ്ഡേറ്റ്സ് സമാപിക്കുകയാണ്. നന്ദി.